വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ്. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്ത, ഒരു കൂട്ടത്തലിൻ്റെ വാർത്ത. അതായത് കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു കോടതിയുടെ മുൻപിൽ വെച്ചിട്ടാണ് രണ്ട് കൂട്ടർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷം എന്തിനാണെന്നറിയോ? ഒരു കൂട്ടക്കാരുടെ ഒരു മകനെ കാണാതായിട്ട് ഈ മകള് താൻ സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം കോടതിയിൽ ഹാജരായി. പ്രായപൂർത്തിയായി, 20 വയസ്സായി. കോടതി എന്ത് തീരുമാനിച്ചു? സ്നേഹിക്കുന്ന ആളെ കൂടെ പൊക്കോളൂ, അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മറ്റേ കാമുകൻ്റെ ആളുകളെ കൂടിച്ച് വന്ന് എന്താ പറയുക, അടിച്ചിട്ട് ഈ പെണ്ണിനെ കടത്തിക്കൊണ്ടുപോയതാണ് സംഭവം. നിങ്ങൾ ആദ്യം ആ മീഡിയ വണ്ണിൽ വന്ന വാർത്ത ഒന്ന് കാണും. താമരശ്ശേരി കോടതിക്ക് മുന്നിൽ കൂട്ടത്തല്ല്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരും പെൺകുട്ടിയുടെ ബന്ധുക്കളും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. മുക്കം ചെറുവാടിയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ താമരശ്ശേരി കോടതി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുമതി നൽകി പുറത്തിറങ്ങിയപ്പോഴാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. അനീസ് അലി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീസ്, അതായത് കോടതി വളപ്പിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഏതായാലും രണ്ടു കൂട്ടരും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? താമരശ്ശേരി കോടതിക്ക് പുറത്താണ് ഇന്നിപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ, അതായത് കാമുകിയുടെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ കാമുകന്റെ സുഹൃത്തുക്കളും തമ്മിലാണ് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയത്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ നീത ഷെറിൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കാണാതായിരുന്നു. അതേ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഈ നീത ഷെറിനെ കാണാതായതിനെ തുടർന്ന് പരാതി നൽകി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാരശ്ശേരി സ്വദേശിയായ ഷാമിൽ എന്ന യുവാവിന്റെ കൂടെ ഈ കുട്ടി ഇന്ന് കോടതിയിൽ ഹാജരായത്. പോലീസിലാണ് ഹാജരായത്. പോലീസ് കോടതിയിൽ ഹാജരാക്കി. ഇതിൽ നിന്ന് ഈ ഷാമിലിനോട് തനിക്ക് ഇഷ്ടമാണ്, പ്രണയമാണ് എന്ന് പറയുകയും സ്വയം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. 20 വയസ്സ് കഴിഞ്ഞ യുവതി ആയതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ കോടതി അനുമതി നൽകി. അങ്ങനെ പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ കോടതിയിൽ എത്തുന്നത്. അതേ തുടർന്ന് ഇവളോട്, ഈ കുട്ടിയോട്, നിതേശ്വരനോട് പറയുന്നത് വിവാഹം നടത്തിത്തരാം, പക്ഷേ അത് ഇങ്ങനെ കോടതിയിൽ വെച്ച് ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകരുത്, വിവാഹം നല്ല രീതിയിൽ നടത്തിത്തരാം എന്ന് പറഞ്ഞാണ് തങ്ങൾ സമീപിച്ചത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും അതിനിടയിൽ ഈ കാമുകനായ ഷാമിലിന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ അവർ ആദ്യം തന്നെ കയ്യിൽ വലിയ വടികളും മരക്കഷ്ണങ്ങളും ഒക്കെ ആയാണ് എത്തിയിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും അവരും ഈ യുവതിയുടെ ബന്ധുക്കളുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടവും വലിയ തരത്തിലുള്ള മർദ്ദനവും ഒക്കെ ആ സമയത്ത് ഉണ്ടായി. കോടതി പരിസരത്ത് തന്നെയായിരുന്നു. എന്തായാലും ഇത് ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. കോടതി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുമതി നൽകിയ ഒരു പെൺകുട്ടിക്കും കാമുകനും നേരെയാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായത്. എന്തൊരു ക്രൂരതയാണ് നടക്കുന്നത്. നിങ്ങളുടെ മകൾക്കാണ് ഈ സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയുമോ? അവർ മാന്യമായിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് ഈ വാർത്തകളിലൊക്കെ കാണുന്നത്. ഒരു പെൺകുട്ടിനെ കാണാതായത് ഞാൻ മിസ്സിംഗ് ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു, ഇങ്ങനെ കാണാതായി. ഇപ്പം ഞാൻ മനസ്സിലായി ഇതൊരു പ്രണയക്കണിയിലായിരിക്കും, എന്തായാലും എവിടെയെങ്കിലും പൊങ്ങും. പക്ഷേ ആ ജന്മം നൽകിയ മാതാപിതാക്കളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. ഈ പ്രായപൂർത്തിയായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശങ്ങളൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ജന്മം നൽകിയ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് ഈ പ്രണയിക്കുന്നവൻ്റെ പിന്നാലെ പോകുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എന്തായാലും യോജിക്കണില്ല. അതിൻ്റെ പേരിൽ ഇപ്പം നിങ്ങളെന്നെ പിന്തിരിപ്പെന്ന് വിളിച്ചാലും ഓക്കെ, ഞാൻ ആ വിളി സ്വീകരിച്ചോളാം. അതേസമയം മാതാപിതാക്കൾ ആ പെൺകുട്ടിക്ക് ദ്രോഹം ഉണ്ടാക്കാണ്ട് ഒരു ഇടങ്ങറുണ്ടാക്കുകയാണെങ്കിലും ഓക്കെ. ഇതൊന്നുമല്ല. ഏത് മാതാപിതാക്കളും കരുതെന്താണ്, മക്കളുടെ ഒരു ഫ്യൂച്ചറാണ്. അവരെ നന്നായിട്ട് പഠിപ്പിച്ച് വലുതാക്കിയിട്ട് അവർ നല്ലൊരാളെ കല്യാണം കഴിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത് വേണ്ട, ജാതി വേണ്ട, മതം വേണ്ട, ഇതൊന്നും വേണ്ട, വേറൊരാളെ കൂടെ കൊണ്ട് ഇറങ്ങി പോകാമെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനേ മാതാപിതാക്കൾക്ക് ഒരു പ്രയാസമുണ്ട്. പിന്നെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾക്കൊരു നല്ലൊരു പ്രണയമുണ്ട്. ആ പ്രണയം നിങ്ങൾ ഒന്നുകിൽ അങ്ങനെ ഉണ്ട്, നിങ്ങൾക്ക് ഒഴിവാവാൻ പറ്റാത്തൊരു പ്രണയമാണെങ്കിൽ വീട്ടുകാരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ വിവാഹത്തിന് വീട്ടുകാരുടെ പെർമിഷൻ വാങ്ങുന്ന രീതിയിലേക്ക് എത്തിക്കാം. അതായത് വീട്ടുകാരുടെ പൊതുജന മധ്യങ്ങളുടെ മുമ്പിൽ നാണക്കേടിലാക്കി കോടതിയിൽ വെച്ചിട്ട് ഏത് ഉമ്മയും വാപ്പിയും സ്വന്തം മോളെ വരാൻ തന്നെ ആഗ്രഹിക്കുള്ളൂ. അവരെ നാണക്കേടിലാക്കി സിനിമ സ്റ്റൈലിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ ജീവിതകാലം വരെ സന്തോഷമായിട്ട് കഴിയാമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ മൂല്യം മനസ്സിലാവും. അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു മാതാപിതാവിൻ്റെ ഒരു സ്റ്റേജിലേക്ക് വരണം. എന്ത് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ തിരിച്ചറിവ് മാത്രമല്ല. കുറേ അറിവുകൾ ഉണ്ടായിട്ട് എന്താ കാര്യം? നമുക്ക് തിരിച്ചറിവില്ലാതെ പോയി കഴിഞ്ഞാൽ, ഞാൻ ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു രാജാവ് തൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തിയിട്ട് ജയിൽ കാണാൻ പോയത്ര. അപ്പം ജയിലിൽ കുറേ തടവുകാരുണ്ട്, കുറേ കുറ്റവാളികളുണ്ട്. അപ്പോൾ ജയിലിൽ ഇങ്ങനെ കുറ്റവാളികളെ കാണാൻ പോകുമ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ കണ്ടപ്പോൾ ഈ രാജാവിൻ്റെ കൂടെയുള്ള
കൂടെയുള്ള അംഗരക്ഷകൻ അദ്ദേഹത്തിൻ്റെ കാൽ തൊഴുത് വന്ദിക്കുന്നത് കണ്ടു. ആരുടെ? ഈ ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ. ഇത് കണ്ടപ്പോൾ രാജാവിന് ഭയങ്കര അതിശയായി. തൻ്റെ കൂടെയുള്ള അംഗരക്ഷകൻ താൻ ശിക്ഷിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടൊരു പ്രതിയുടെ കാല് തൊട്ട് വന്ദിക്കുകയോ? അതെന്ത് മറിമായം? രാജാവ് എന്ത് ചെയ്തു? ആ അംഗരക്ഷകനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ നൽകി. സമ്മാനം നൽകിയപ്പോൾ ഈ കൂടെയുള്ള മന്ത്രി ചോദിച്ചു, നിങ്ങൾ എന്താണ് രാജാവെ കാണിക്കുന്നത്? അദ്ദേഹം വളരെ തെറ്റല്ലേ ചെയ്തത്? നമ്മുടെ രാജ്യം അങ്ങ് ശിക്ഷിച്ചൊരു പ്രതിനെ കാൽ തൊട്ട് വന്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. ആ കുറ്റവാളിയായിട്ട് കിടക്കുന്ന ആൾ ഈ അംഗരക്ഷകൻ്റെ പിതാവാണ്. ആ പിതാവിനെ എപ്പോൾ കാണുമ്പോഴും കാല് തൊട്ട് വന്നിച്ച് ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ കയ്യിലൊരു നന്മയുണ്ടാവും. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി മറ്റാരോ ചെയ്ത കുറ്റം ഇയാളുടെ തലയിൽ വന്നതാണ്. അങ്ങനെ തെറ്റായുള്ള വിധി പ്രഖ്യാപനമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്നുള്ളത്. ഈ കഥയുടെ ഒരു സാരം എന്താണെന്ന് വെച്ചാൽ വളർത്തുന്ന രീതി ഒരു ഘടകമാണ്. എത്ര അവസ്ഥയിലാണെങ്കിലും ആ രാജാവിൻ്റെ അംഗരക്ഷകനായിരുന്നിട്ട് കൂടി ആ അംഗരക്ഷകൻ എന്ത് ചെയ്തു? സ്വന്തം പിതാവിൻ്റെ കാല് തൊട്ട് വന്ദിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു. ആ മനസ്സ് എവിടെ നിന്നാണ് കിട്ടിയത്? അത് ജന്മം നൽകിയ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്താൽ. ഞാനൊരു തമാശ പറഞ്ഞൊരു കഥയില്ല, ഇങ്ങനെയാണ് എല്ലാ കാര്യത്തിലും. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മക്കൾ വളർന്ന് 8ാം ക്ലാസ് ആകുമ്പോഴേക്ക് കുട്ടികളുടെ കയ്യിൽ ഫോണാണ്, 9 ആകുമ്പോഴേക്ക് ഐഫോൺ ഇല്ലെങ്കിൽ ജീവിക്കില്ല. ഇങ്ങനെ പ്രണയിച്ചിട്ട് ഇവരെ കെട്ടിച്ചു കൊടുക്കാൻ കുറേ വൃത്തികെട്ട രാഷ്ട്രീയക്കാരുണ്ട്. ഇപ്പം അടുത്തൊരു മൊണാലിസ എന്ന് പേരുള്ള മൊണാലിസെ എന്തൊരു പെണ്ണിനെ കെട്ടിപ്പിച്ചു കൊടുത്തിട്ട് എന്തായി? ഇപ്പോൾ അത് പോക്സോ കേസായി. അതിന് പ്രായപൂർത്തിയായിട്ടില്ല. അതിന് കുറേ ഗോവിന്ദൻ അമ്മാവനും അതേപോലെ വിദ്യാഭ്യാസത്തിൻ്റെ അപ്പൂപ്പനും ഒക്കെ കൂടി കെട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇതെന്താ അറിയോ? വേറെ 2 മതക്കാർ തമ്മിൽ കെട്ടിച്ചു കൊടുത്താൽ എന്തോ ഒരു വലിയൊരു സാമൂഹിക പരിവർത്തനം നടത്തിയുള്ളതാണ്. ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് വലിയ മൂല്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ മക്കളിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. മക്കൾ വളർന്ന് വലുതായി അവരുടെ ആശയങ്ങളായി സ്വപ്നങ്ങളായി നിറങ്ങളായി അവർ ജീവിക്കട്ടെ. പക്ഷേ മാതാപിതാക്കൾ നിങ്ങൾ നാണക്കേടിലാക്കരുത്. അവർ നിങ്ങളെ പ്രാകുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കരുത്. ഒരു നായയുടെ നന്ദിയെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യില്ല. ഏതായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അവരിനി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാൻ ആ വാർത്തയിലല്ല പറഞ്ഞത്. ഇതുപോലെയുള്ള പല കേസുകളും നമ്മുടെ സൊസൈറ്റിയിൽ കാണാം. അങ്ങോട്ട് ഇട്ടെറിഞ്ഞ് പോണവരുടെയൊക്കെ ലൈഫുകൾ നോക്കി അവരൊന്നും സന്തോഷമായിട്ട് ജീവിക്കില്ല. സന്തോഷം എന്നുള്ളതേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവണതാണ്, അല്ലാതെ പുറത്തുനിന്നൊരു കടയിൽ നിന്ന് വാങ്ങണതല്ല. മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ട് അങ്ങോട്ട് ഇതാക്കിപ്പോൾ ഞാൻ എന്തോ ഒരു ജേതാവായി എന്നൊരു തോന്നല. എന്തായാലും എനിക്ക് പേഴ്സണലി ഇത്തരം മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടോ കണ്ണീര് കുടിപ്പിച്ചിട്ടോ പ്രണയിച്ചോൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റത്തിനോട് എനിക്ക് എന്തോ ഒരു യോജിക്കാൻ താല്പര്യം കുറവാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ, അതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവരൊക്കെ പോട്ടെ, ഓരോ വ്യക്തികളും ഓരോ രാജ്യങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരം വാദഗതികളോട് യോജിക്കുന്നവരാണോ? ഞാൻ എന്തായാലും യോജിക്കണില്ല. ഇപ്പോൾ ഈ ഒരു കേസിൽ അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. കുറച്ച് സമയം വേണം. കാരണം മാതാപിതാക്കൾക്ക് അത് ഉൾക്കൊള്ളാനൊക്കെ ഒരു സമയം കൊടുക്കണ്ടേ? ഒരു സുപ്രഭാതത്തിൽ പല പെൺകുട്ടികളും ചെയ്യുന്ന രീതിയാണ്. ഞാൻ ഇന്നയാളെ പ്രേമിക്കുന്നുണ്ട്, പ്രേമിച്ചിട്ട് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന വാപ്പാരും മാടയാക്കലും പ്രശ്നങ്ങളുണ്ടായിരിക്കും, പറയുന്ന പെൺകുട്ടികളുടെ കയ്യിലും പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ അടുത്ത് ഇങ്ങനെ പല രീതിയിലുള്ള കൗൺസിലിംഗ് കേസുകൾ വരാറുണ്ട്. ചിലതൊക്കെ വാപ്പിയമ്മയെ അടിച്ചമർത്താൻ ശ്രമിച്ചതായിരിക്കും, ചിലത് മക്കളുടെ വാശിയും ദുർവാശി. എന്തായാലും വാശി നാശത്തിൻ്റെ മുന്നോടിയാണെന്നുള്ളതാണ്. ഇത്തരം വിവാഹങ്ങളിൽ ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. എന്തായാലും സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ ചുറ്റും നടക്കുന്നൊരു സംഭവമാണ്. ഇതിപ്പോൾ ഒരേ മതമായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കല്യാണം കഴിപ്പിച്ച് കൊടുക്കട്ടെ. പക്ഷേ ചില കുടുംബങ്ങൾ തമ്മിൽ യോജിക്കാത്ത കുടുംബമായിരിക്കും. അതൊക്കെ നോക്കുകയും വീട്ടുകാരതൊക്കെ നോക്കും. ഓൻ്റെ പണം എങ്ങനെയാണ്, പ്രതാപം എങ്ങനെയാണ്. ചിലർ പണം പ്രതാപമൊന്നുമല്ല, ഒരു വിദ്യാഭ്യാസം ഉണ്ടോ, നല്ല ജോലി ഉണ്ടോ, അതെങ്കിലും നോക്കണവരുണ്ട്. അതും ഇല്ലാത്തത് കൊണ്ടാണ് പല വീട്ടുകാരും കെട്ടിച്ചു കൊടുക്കാൻ തയ്യാറാവാതെ. പക്ഷെ പെൺകുട്ടിക്ക് ഇത് മനസ്സിലാവില്ല. പെൺകുട്ടിക്ക് ഇതിൽ പെട്ടിട്ട് പിന്നെ അങ്ങനെ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴാണ് മനസ്സിലാവുക താൻ ട്രാപ്പിലകപ്പെട്ടു എന്നുള്ളത്. അപ്പോഴും കരയാനും പ്രാർത്ഥിക്കാനും സ്വീകരിക്കാനും ഈ മാതാപിതാക്കൾ ഉണ്ടാവുള്ളൂ. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. എന്തായാലും ഇത്തരം വിവാഹത്തിനോട് പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.